വേൾഡ് കപ്പിലെ നിർണായകമായ രണ്ടാം മത്സരത്തിൽ ബ്രസീലിന് തകർപ്പൻ വിജയം. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയോടൊറ്റ സമനിലക്ക് രണ്ടാം മത്സരത്തിൽ അതിനിർണായകമായ മത്സരത്തിൽ ഹെയ്തിക്കെതിരെ 3-0 എന്ന സ്കോറിനാണ് ബ്രസീൽ വിജയിച്ചു കയറിയത്. ഇതോടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്താനും ബ്രസീലിന് സാധിച്ചു. മൊറോക്കോക്കെതിരെ കളിച്ച ടീമിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയാണ് കാർലോ ആഞ്ചലോട്ടി ടീമിനെ ഇറക്കിയത്. ഗോളടിമേളം തന്നെയായിരുന്നു കാർലോ ആഞ്ചലോട്ടിയുടെയും ബ്രസീലിൻ്റെയും ലക്ഷ്യം. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ തിമർത്താടുന്നതാണ് കണ്ടത്. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ സൂപ്പർ താരമായ മാത്യസ് കുഞ്ഞയുടെ ഗോളിലൂടെയാണ് ഹെയ്തിക്കെതിരെ ബ്രസീൽ ലീഡെടുക്കുന്നത്. മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ തകർപ്പൻ അസിസ്റ്റിലൂടെ അതിലും മനോഹരമായ ഗോളോടെ മാത്യസ് കുഞ്ഞ പട്ടിക 2-ലെത്തിച്ചു. 2-0 മത്സരത്തിന് 35 മിനിറ്റ് ആകുമ്പോഴേക്കും ബ്രസീൽ മുന്നിലായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷം 45-ാം മിനിറ്റിൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനായി ഗോൾ വല ചലിപ്പിച്ചു. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ വേട്ട. ആദ്യ പകുതി പിരിയുമ്പോൾ ബ്രസീലുകാർ 3-0 ഹെയ്ത്തിക്കുമേൽ സർവാധിപത്യം പുലർത്തി. ഷോട്ട് എടുക്കുന്ന കാര്യത്തിലും ബോൾ പൊസിഷന്റെ കാര്യത്തിലും പാസ് ആക്യുറസിയുടെ കാര്യത്തിലും എല്ലാം ബ്രസീലിന്റെ സർവാധിപത്യമാണ് ആദ്യ പകുതിയിൽ തന്നെ കണ്ടത്. രണ്ടാം പകുതിയിൽ കളി മാറുന്ന രംഗമാണ് കണ്ടത്. കൂടുതൽ ഉണർവോടെ കളിച്ച ഹെയ്തിയാകട്ടെ ആദ്യ പകുതിയിൽ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ലായിരുന്നു. രണ്ടാം പകുതിയിൽ 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ഹെയ്തി ഉതിർത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഗോൾ മാത്രം അകന്നു നിന്നു. രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ ഡിഫൻസിലെയാണ് കളിച്ചു തീർത്തത്. ഏതായാലും വമ്പൻ വിജയം തന്നെയാണ് വമ്പന്മാരായ ബ്രസീൽ സ്വന്തമാക്കിയത്. ഇതോടെ പോയിന്റ് ടേബിളിൽ മൊറോക്കോക്കൊപ്പം 4 പോയിന്റുമായി ബ്രസീൽ ഗോൾ ഡിഫറൻസ് കാരണത്താൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറിന്റെയും മാത്യസ് കുഞ്ഞയുടെയും പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബ്രസീലിയൻ ഗ്രൂപ്പിലെ അവസാന മത്സരം സ്കോട്ട്ലാൻഡിനെതിരെയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.